അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 55-ാമത്തെ ശ്ലോകം മുതൽ അതിൻ്റെ സമർപ്പണ ശ്ലോകം വരെ 70-ാമത്തെ ശ്ലോകം വരെ ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. വ്യാസ ഉവാച ന ഗൃഹം ബന്ധനാഗാരം ബന്ധനേ ന ച കാരണം മനസായോ വിനിർമുക്തോ ഗൃഹസ്ഥോപി വിമുച്യത്തെ. ന്യായാഗതധന കുർവൻ വേദോക്തം വിധിവൽക്രമാൽ ഗൃഹസ്ഥോപി വിമുച്യേത ശ്രാദ്ധകൾ സത്യവാക്ശുചി. ബ്രഹ്മചാരീയതിശ്ചൈവ വാനപ്രസ്ഥോ വ്രതസ്ഥിത ഗൃഹസ്ഥം സമുപാസന്തെ മധ്യാഹ്നാദിക്രമേ സദാ. ശ്രദ്ധയാ ചാന്നദാനേന വാചാ സൂനൃതയാ തഥാ ഉപകുർവന്തി ധർമ്മസ്ഥാ ഗൃഹാശ്രമനിവാസിന. ഗൃഹാശ്രമാൽ പരോ ധർമ്മോ ന ദൃഷ്ടോ ന ച വൈശ്രുത. വാസിഷ്ഠാദിഭിരാചാര്യൈ ജ്ഞാതിഭിഃ സമുപാശ്രിത. കിമസാധ്യം മഹാഭാഗ വേദോക്താനി ച കുർവത. സ്വർഗം മോക്ഷം ച സജ്ജന്മ യദ്യദ്വാഞ്ഛതി തദ്ഭവേൽ. ആശ്രമാദാശ്രമം ഗച്ഛേദിതി ധർമ്മവിദോ വിദു. തസ്മാദഗ്നിം സമാധായ കുരു കർമാണ്യതന്ത്രിത. ദേവാൻ പിതॄൻ മനുഷ്യാംശ്ച സന്ദർപ്യ വിധിവത്സുത. പുത്രമുൽപാദ്യ ധർമ്മജ്ഞ സംയോജ്യ ച ഗൃഹാശ്രമേ. ത്യക്ത്വാ ഗൃഹം വനം ഗത്വാ കർത്താസി വ്രതമുത്തമം. വാനപ്രസ്ഥാശ്രമം കൃത്വാ സന്യാസം ച തതഃ പരം
ഇന്ദ്രിയാണി മഹാഭാഗ മാദകാനി സുനിശ്ചിതം അദാരസ്യ ദുരന്താനി പഞ്ചൈവ മനസാ സഹ തസ്മാദ്ദാരാൻ പ്രകുർവീത തജ്ജയായ മഹാമതേ വാർദ്ധകേ തപ ആതിഷ്ഠേദിതി ശാസ്ത്രോദിതം വച വിശ്വാമിത്രോ മഹാഭാഗസ്തപ കൃത്വാതിദുശ്ചരം 3 വർഷസഹസ്രാണി നിരാഹാരോ ജിതേന്ദ്രിയ മോഹിതശ്ച മഹാതേജ വനേ മേനകയാ സ്ഥിത ശകുന്തള സമുൽപ്പന്ന പുത്രീ തദ്വീര്യജാ ശുഭ ദൃഷ്ട്വാ ദാശസുതാം കാളിം പിതാ മമ പരാശര കാമബാണാർദിത കന്യാം താം ജഗ്രാഹോടുപേ സ്ഥിത ബ്രഹ്മാപി സ്വസുതാം ദൃഷ്ട്വാ പഞ്ചബാണപ്രപീഡിത ധാവമാനശ്ച രുദ്രേണ മൂർച്ഛിതശ്ച നിവാരിത തസ്മാത് ത്വമപി കല്യാണ കുരു മേ വചനം ഹിതം കുലജാം കന്യകാം വൃത്വാ വേദമാർഗം സമാശ്രയ. ശ്രീ ജഗദംബികായൈ നമഃ. ഇതി ശ്രീമദ്ദേവി ഭാഗവതേ പ്രഥമസ്കന്ധേ ചതുർദശോധ്യായ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 55 മുതൽ 70 വരെയുള്ള ശ്ലോകങ്ങളുടെ മലയാള ഭാഷാ തർജ്ജമയാണ് ഭാഷാഗാനമായി നതോന്നതാവൃത്തത്തിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഗൃഹം കാരാഗ്രഹമെന്നു കരുതേണ്ട മകനെ നീ, ഗൃഹം ബന്ധനത്തെ നൽകും എന്നതുമില്ല. മനസ്സാണു ബന്ധനത്തിനു കാരണം, ഗൃഹസ്ഥനും മനസ്സിനെ നിയന്ത്രിച്ചാൽ മുക്തനായിടും. ന്യായമായ മാർഗത്തിലായി ധനം നേടി വേദോക്തമാം നിയതമാം കർമ്മങ്ങൾ അനുഷ്ഠാനം ചെയ്തും ശ്രാദ്ധം ചെയ്തും സത്യത്തോടെ ശുചിയായി കഴിയുന്ന ഗൃഹസ്ഥനും മുക്തനായി തീരും നിശ്ചയം. ബ്രഹ്മചാരി സന്യാസിയും വാനപ്രസ്ഥൻ വ്രതനിഷ്ഠൻ ഇവരെല്ലാം ഒരു കാര്യത്തിലോ തുല്യർത്താൻ. ഉച്ചഭക്ഷണം തെറ്റിയാൽ ഇവരെല്ലാം അപ്പോൾ തന്നെ ഉറപ്പായും ഗൃഹസ്ഥനെ ആശ്രയിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്ര ഭഗവതി, അമ്മേ ശരണം. ശ്രദ്ധ, അന്നദാനം, പിന്നെ നല്ല വാക്ക് എന്നിവയാൽ ഗൃഹസ്ഥനോ ആർക്കും ഉപകാരികൾ തന്നെ. ഗൃഹസ്ഥാശ്രമമാകും ധർമ്മത്തെക്കാൾ ശ്രേഷ്ഠമായി മറ്റൊരു ധർമ്മവും കേട്ടിട്ടില്ല. അതുപോൽ കാണുകയും ചെയ്തിട്ടില്ല വസിഷ്ഠാദി ആചാര്യന്മാർ. ഗൃഹസ്ഥാശ്രമത്തെ നിത്യം അനുഷ്ഠിക്കുന്നു. വേദോക്തമം കർമ്മങ്ങളെ ആശ്രയിക്കും മനുഷ്യനു അസാധ്യമായി ലോകത്തിൽ എന്താണുള്ളത്?
സ്വർഗമോ മോക്ഷമോ ഉന്നതമാകുന്ന കുലത്തിലെ ജനനമോ ആഗ്രഹം പോൽ ലഭിച്ചിടുന്നു. ആശ്രമങ്ങൾ 4 ഒന്നിൽ നിന്നും ഒന്നിലേക്ക് അനശ്യൂതം കടക്കേണം ധർമ്മം ചൊല്ലുന്നു. അതിനാലെ മമ പുത്ര ഒട്ടും തന്നെ മടിക്കാതെ അജ്ഞാധാനം ചെയ്തു കർമ്മങ്ങളെ നടത്തൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവപിതൃമനുഷ്യരെ തൃപ്തരാക്കി ഗൃഹസ്ഥനായി പുത്രഭാഗ്യം നേടി പിന്നെ അതിനുശേഷം ഗൃഹത്തെ ഉപേക്ഷിച്ചിട്ടു വാനപ്രസ്ഥം സ്വീകരിക്കൂ. വാനപ്രസ്ഥം കഴിഞ്ഞിട്ടു സന്യാസം നേടൂ. ഇന്ദ്രിയങ്ങൾ മതിപ്പിക്കും മനസ്സും പഞ്ചേന്ദ്രിയവും ഭാര്യാരഹിതനു എന്നും ദുരന്തം നൽകും. ഇന്ദ്രിയ ജയത്തിനായി ഭാര്യയെ സ്വീകരിക്കണം. വാർദ്ധക്യത്തിൽ തപസ്സാവാം, ഇതാണു ശാസ്ത്രം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വിശ്വാമിത്ര നിരാഹാരനായി ജിതേന്ദ്രിയനായി 3000 വർഷം കൊടും തപസ്സു ചെയ്തു. തേജസ്വിയാം അദ്ദേഹമോ മേനകയിൽ മോഹിതനായി തേജസ്സിൽ നിന്നുണ്ടായവൾ ശകുന്തള താൻ. മുക്കുവത്തിയാം കാളിയെ മമാപിത പരാശരൻ മോഹിച്ചു ചാളത്തടിയിൽ പരിഗ്രഹിച്ചു. ബ്രഹ്മൻ പോലും പുത്രിയിൽ കാമപരവശനായി തീർന്നു. ശിവനല്ലോ അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചു. ഹിതമായ മമ വാക്കു കേട്ടിടുക കുലജയം കന്യകയെ വേദോക്തമായി പരിഗ്രഹിക്കൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ലോകാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി
ഇതാ ഭഗവത് പാദങ്ങളിൽ നമ്മളെ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഭഗവാന്റെ അനൽപമായ കാരുണ്യാതിരേകം കൊണ്ട് ആയുർവേദ ആചാര്യൻ എന്ന് പുകൾപ്പെട്ട ധന്വന്തരി ഭാവത്തിലുള്ള പ്രതിഷ്ഠയുള്ള നെല്ലുവായി ധന്വന്തരി ക്ഷേത്രത്തിൽ ശ്രീമദ് രാമായണ നവാഹ യജ്ഞം നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് 3-ാമത്തെ ദിവസം, ഓഗസ്റ്റ് 5-ാം തീയതി ഉച്ചയോടുകൂടി സമർപ്പണം. ആ ഒരു കാര്യം ഇതിനു മുമ്പ് പറയാൻ വിട്ടുപോയി. അടുത്തൊക്കെയുള്ള ആളുകൾ വന്ന് അതിൽ പങ്കുചേരണമെന്ന് പ്രത്യേകമായിട്ട് ഭക്തിപൂർവം ഭഗവൻ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നാം ദേവീഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 55-ാമത്തെ ശ്ലോകം മുതൽ വേദവ്യാസൻ്റെ വാക്കുകളാണ് നമ്മൾ ഇന്ന് പ്രഭാഷണ രൂപത്തിൽ ഇപ്പോൾ വിചാരം ചെയ്യുന്നത്. പാരായണവും ഭാഷാഗാനവും നമ്മൾ കേട്ടുകഴിഞ്ഞു. വേദവ്യാസൻ തൻ്റെ പ്രിയപുത്രനായ ശുകന് വിവാഹം ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കുന്നു. പക്ഷേ അത് ഒട്ടും ശരിയല്ല, വിവാഹത്തിന് താല്പര്യമില്ല എന്ന് ശ്രീശുകൻ പറഞ്ഞപ്പോഴാണ് വ്യാസൻ പറയുന്നത്, ന ഗൃഹം ബന്ധനാകാരം, ഗൃഹം വലിയ കാരാഗ്രഹമാണ് എന്ന് അല്ലയോ ശുക നീ പറഞ്ഞു. പക്ഷെ അതങ്ങനെയല്ല, അത് ബന്ധനത്തിന് കാരണമാവില്ല. ബന്ധനേ നച്ച കാരണം. പിന്നെയോ മനസായോ വിനിർമുക്തോ ഗൃഹസ്ഥോപി വിമുച്യതേ. മനസ്സാണ് ഈ ബന്ധത്തിനൊക്കെ കാരണം, ബന്ധനത്തിന് കാരണം. അതുകൊണ്ട് മനസ്സുകൊണ്ട് മുക്തനായാൽ ഗൃഹസ്ഥനായാലും ഒരിക്കലും കുഴപ്പം വരില്ല, മുക്തനായിട്ട് തീരാൻ സാധിക്കും. ന്യായാഗത ധനക്കുറുവൻ വേദോക്തം വിധിവൽ ക്രമാൽ. ന്യായമായ മാർഗത്തിലൂടെ ലഭിക്കുന്ന ധനം വേദോക്തമായിട്ടുള്ള കർമ്മങ്ങൾ യഥാവിധി നടത്തി ഗൃഹസ്ഥോപി വിമുച്യേത, ഗൃഹസ്ഥനും മോചിക്കപ്പെടുന്നു. എങ്ങനെ ചെയ്താൽ? ശ്രാദ്ധകൃ സത്യവാക്ശുതി ശുചി. ശ്രാദ്ധം ചെയ്യുക, സത്യത്തിലൂടെ മാത്രം, സത്യം മാത്രം പറയുക, ശുദ്ധമായി ഇരിക്കുക. അങ്ങനെയുള്ളൊരു ഗൃഹസ്ഥൻ മുക്തനായിട്ട് തീരും. ബ്രഹ്മചാരി യതിശ്ചൈവ വാനപ്രസ്ഥോ വ്രതസ്ഥിത ഗൃഹസ്ഥം സമുപാസന്തേ മധ്യാഹ്നാദിക്രമേ സദാ. ഇപ്പൊ ബ്രഹ്മചാരിയും യതിയും വാനപ്രസ്ഥനും വ്രതനിഷ്ഠനും ഈ 4 പേരും എല്ലായ്പ്പോഴും ഉച്ചഭക്ഷണം തെറ്റിയാൽ ഗൃഹസ്ഥനെ ആശ്രയിക്കും. ഗൃഹസ്ഥം സമുപാസന്തേ മധ്യാഹ്നാദിക്രമേ സദാ. വിശന്നു കഴിഞ്ഞാൽ അവരെങ്ങനെ ഓടി വരിക? ഗൃഹസ്ഥൻ്റെ അടുത്തേക്കാണ്. ശ്രദ്ധയാ ചാന്നദാനേന, ശ്രദ്ധ അന്നദാനം, വാച സൂനൃതയാ തഥ, അതുപോലെ നല്ല വാക്ക് എന്നിവ കൊണ്ട് ഉപകുർവന്തി ധർമ്മസ്ഥ ഗൃഹാശ്രമ നിവാസിന. ധർമ്മനിഷ്ഠരായിരിക്കുന്ന, ധർമാത്മാക്കളായിരിക്കുന്ന ഗൃഹസ്ഥന്മാര് എന്നും ആളുകൾക്ക് ഉപകാരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഗൃഹാശ്രമാൽ പരോധർമ്മോ ന ദൃഷ്ടോ ന ച വൈശ്രുത. ഗൃഹസ്ഥാശ്രമത്തേക്കാൾ പരമമായൊരു ധർമ്മത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. വസിഷ്ഠൻ തുടങ്ങിയ നിരവധി ആചാര്യന്മാര്, ബന്ധുക്കള് ഒക്കെ ഈ ഗൃഹസ്ഥാശ്രമധർമ്മത്തെ ആശ്രയിച്ച ആളുകളാണ്. വാസിഷ്ഠാദിഭിരാചാര്യൈ ജ്ഞാതിഭി സമുപാശ്രിതാം. പിന്നെയോ കിമസാധ്യം മഹാഭാഗ വേദോക്താനി ച കുർവത സ്വർഗം മോക്ഷം ച സജ്ജന്മ യദ്യദ്വാഞ്ഛതി തദ്ഭവേൽ. ഹേ മഹാഭാഗ, പറയാണ്, വേദോക്താനി, വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് എന്താണ് അസാധ്യമായിട്ടുള്ളത്? സ്വർഗം, മോക്ഷം, ഏറ്റവും ഉന്നത കുലത്തിലെ ജന്മം എന്നല്ല, എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ കിട്ടുക തന്നെ ചെയ്യും. ആശ്രമാദാശ്രമം ഗച്ഛേദിതി ധർമ്മവിദോ വിദു. ധർമ്മത്തെ അറിയുന്ന ആളുകൾ മനസ്സിലാക്കണു, ഒരാശ്രമത്തിൽ നിന്ന് അടുത്ത ആശ്രമത്തിലേക്ക്. ആദ്യം ബ്രഹ്മചര്യം, അത് കഴിഞ്ഞാൽ ഗാർഹസ്ഥ്യം, പിന്നെ വാനപ്രസ്ഥം, പിന്നെ സന്യാസം. ഇങ്ങനെയാണ് മനുഷ്യൻ ഒരാശ്രമത്തിൽ നിന്ന് മറ്റൊരാശ്രമത്തിലേക്ക് കടക്കേണ്ടത്. അതുകൊണ്ട് ഹേ ശ്രീശുക, അജ്ഞാധാനം ചെയ്ത് ഒരു മടിയുമില്ലാതെ
കർമ്മങ്ങളെ അനുഷ്ഠിക്കൂ. ദേവാൻ പിതൃൻ മനുഷ്യാംശ സന്ദർഭ്യ വിധിവത്സുത. വിധിയാം വണ്ണം ദേവന്മാരെ, പിതൃക്കളെ, മനുഷ്യരെ ഒക്കെ തൃപ്തിപ്പെടുത്തി പുത്രമുൽപാദ്യധർമ്മജ്ഞ സംയോജ്യ ച ഗൃഹാശ്രമേ. അങ്ങനെ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് പുത്രനെ ജനിപ്പിച്ച് ത്യക്ത്വാ ഗൃഹം വനം ഗത്വ. പിന്നെ ഗൃഹസ്ഥാശ്രമത്തെ ഉപേക്ഷിച്ച് വനത്തിൽ പോയി കർത്താസി വ്രതമുത്തമം, ഉത്തമമായ ആ വ്രതത്തെ അനുഷ്ഠിക്കുക. വാനപ്രസ്ഥാശ്രമം കൃത്വ, വാനപ്രസ്ഥാശ്രമത്തെ സ്വീകരിക്കുക. അതിനുശേഷം സന്യാസം ച തതപ്പരം, അത് കഴിഞ്ഞാൽ സന്യസിക്കുക എന്നുള്ളതാണ്. ഇന്ദ്രിയാണി മഹാഭാഗ മാദകാനി സുനിശ്ചിതം. ഇന്ദ്രിയങ്ങൾ മതിപ്പിക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല, അത് സുനിശ്ചിതമാണ്. അദാരസ്യ ദുരന്താനി പഞ്ചൈവ മനസാസഹ. ഭാര്യയില്ലാത്തവന് ഈ അഞ്ചും, ഈ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും എന്നും ദുരന്തത്തെ നൽകുന്നതാണ്. തസ്മാത് ധാരാൻ പ്രകുർവീത. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ തജ്ജയായ മഹാമതേ എന്തു വേണം? ഒരു വിവാഹം കഴിക്കൂ, ഭാര്യയെ സ്വീകരിക്കൂ. വാർദ്ധക്യേ തപ ആദിഷ്ടേ ദിതി ശാസ്ത്രോദിതം വച. വാർദ്ധക്യത്തിൽ തപസ് ചെയ്യുക, അതാണ് വേണ്ടത്. യൗവനത്തിൽ ഗൃഹസ്ഥാശ്രമയാവുക, വാർദ്ധക്യത്തിൽ തപസ് ചെയ്യുക, ഇതാണ് ശാസ്ത്രം പറഞ്ഞിട്ടുള്ളത്. വിശ്വാമിത്രോ മഹാഭാഗസ്തപകൃത്വ അതിദുശ്ചരം 3 വർഷസഹസ്രാണി നിരാഹാരോ ജിതേന്ദ്രിയ. മഹാഭാഗനായിരിക്കുന്ന സാക്ഷാൽ വിശ്വാമിത്രൻ ആഹാരം വിട്ട് ജിതേന്ദ്രിയനായി 3 വർഷസഹസ്രാണി 3000 വർഷം അതിഗംഭീരമായിട്ടുള്ള തപസ് ചെയ്തു. എന്നിട്ടോ മോഹിതശ്ച മഹാതേജ വനേ മേനകയാ സ്ഥിത. മഹാതേജസ്വിയായ അദ്ദേഹവും വനത്തിൽ വെച്ച് മേനകയിൽ മോഹിതനായി. ശകുന്തള സമുൽപ്പന്ന പുത്രി തദ്വീര്യജ ശുഭ. അദ്ദേഹത്തിൻ്റെ വീര്യത്തിൽ നിന്നുണ്ടായ മകളാണ് ശകുന്തള എന്ന് മനസ്സിലാക്കൂ. ഇനി ദൃഷ്ട്വാ ദാശസുതാം കാളിം, ദാശകന്യകയായിരിക്കുന്ന കാളിയെ, ആ സത്യവതിയെ, പിതാ മമ പരാശര, എൻ്റെ അച്ഛനായ പരാശരൻ കണ്ടു. കാമബാണാർപ്പിത കാമബാണാർദ്ദിത കന്യാം താം ജഗ്രാഹോടുപേ സ്ഥിത. ഇവിടെ ഈ മത്സ്യഗന്ധിയാണ്. അതുകൊണ്ട് ആ ചാളത്തടിയിൽ വെച്ചു തന്നെ ആ കന്യകയെ പരിഗ്രഹിച്ചു. കാമബാണ പീഡിതനായി മാറി എൻ്റെ അച്ഛൻ. ബ്രഹ്മാവി, ഇനി ബ്രഹ്മാവോ സ്വസുതാം ദൃഷ്ട്വാ പഞ്ചബാണ പ്രപീഡിത. തൻ്റെ മകളെ കണ്ടിട്ട് പിതാവായ ബ്രഹ്മാവ് പോലും കാമബാണ പീഡിതനായി ആ സരസ്വതിയുടെ പിന്നാലെ ഓടി. പിന്നെ സാക്ഷാൽ മഹാദേവനാണ് അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. അതുകൊണ്ട് തസ്മാത്വമപി കല്യാണ, ആ മംഗളമൂർത്തെ കുരുമേ വചനം ഹിതം, എൻ്റെ ഹിതകരമായിട്ടുള്ള വാക്കുകളെ നീ വേണ്ട പോലെ ചെയ്യൂ. കുലജാം കന്യകാം വൃത്വ, കുലത്തിൽ ഉന്നത കുലത്തിൽ പിറന്ന ഒരു കന്യകയെ വിവാഹം ചെയ്ത് വൃത്വ വേദമാർഗം സമാശ്രയ, വേദമാർഗമനുസരിച്ച് ജീവിക്കൂ എന്ന് പറയുന്ന ആ 70ാമത്തെ ശ്ലോകത്തോടുകൂടി ദേവീഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 14ാമത്തെ അധ്യായം സമർപ്പിക്കുന്നു. നാളെ ശുകവൈരാഗ്യം എന്നുള്ള രീതിയിൽ നമുക്ക് 15ാമത്തെ അധ്യായത്തെ അനുസ്മരിക്കാം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു.
ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.
സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.